നമസ്കാരം. ഡൽഹിയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ എ.എ.പി. വോട്ടർ പട്ടികയിൽ ചേർത്തെന്ന് ബി.ജെ.പി. പിന്നിൽ 2 എ.എ.പി. എം.എൽ.എമാരാണെന്നും ദേശീയ വക്താവ് സുധാംശു ത്രിവേദി ആരോപിച്ചു. വ്യാജ ആധാർ കാർഡ് നിർമ്മാണത്തിൽ എ.എ.പി. എം.എൽ.എയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആരോപണം. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് എ.എ.പി. ചെയർമാൻ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അടുത്തിടെ വ്യാജ ആധാർ കാർഡുമായി ഏതാനും ബംഗ്ലാദേശി പൗരന്മാർ ഡൽഹിയിൽ പിടിയിലായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് എ.എ.പി. എം.എൽ.എ. മെഹന്ദീർ ഗോയലിനെയും ഓഫീസ് ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചെന്ന റിപ്പോർട്ടാണ് ബി.ജെ.പി. ആയുധമാക്കിയത്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് എ.എ.പി. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ചേർത്തെന്നും എം.എൽ.എമാരായ മെഹന്ദീർ ഗോയലും ജയ് ഭഗവാൻ ഉപ്കാറുമാണ് ഇതിന് പിന്നിലെന്നും ബി.ജെ.പി. വക്താവ് സുധാംശു ത്രിവേദി ആരോപിച്ചു. അതേസമയം ഇതര സംസ്ഥാനങ്ങളിലെ കേന്ദ്രമന്ത്രിമാരും ബി.ജെ.പി. എം.പിമാരും അവരുടെ വോട്ട് ഡൽഹിയിലേക്ക് മാറ്റിയെന്നും ബൂത്ത് പിടുത്തത്തിന് തുല്യമാണ് ഇതെന്നും എ.എ.പി. ചെയർമാൻ അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ഡൽഹി മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ തന്റെ ഔദ്യോഗിക വസതിയുടെ വിലാസത്തിൽ 33 വോട്ടുകൾ ചേർത്തെന്ന ആരോപണവും കെജ്രിവാൾ ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.